നമസ്കാരം. ഭാരതത്തിൻ്റെ തന്ത്രപ്രധാന പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന ചരിത്രപരമായ ഒരു സുപ്രധാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനമായ മിശ്ര ധാതു നിഗം ലിമിറ്റഡ് അഥവാ മിഥാനി. പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കവച ഗ്രേഡ് അഥവാ ആർമർ ഗ്രേഡ് അലുമിനിയം അലോയ് വൈഡ് പ്ലേറ്റുകൾ പൂർണ്ണമായും തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മിഥാനി ഈ വലിയ മുന്നേറ്റം നടത്തിയത്. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരം അത്യാധുനിക സാമഗ്രികൾ രാജ്യത്തിനകത്ത് തന്നെ വിജയകരമായി പ്രോസസ്സ് ചെയ്ത് നിർമ്മിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറയ്ക്കുന്നതിനും തന്ത്രപ്രധാനമായ പ്രതിരോധ സാമഗ്രികളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ആത്മനിർഭരത ദൃഢമാക്കുന്നതിനും ഈ സുപ്രധാന വികസനം വഴിതെളിക്കും. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള മിനി രത്ന കാറ്റഗറി 1 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമായ മിഥാനി കവച പ്രയോഗങ്ങൾക്കായി ഉയർന്ന കരുത്തുള്ള സവിശേഷമായ 7000 സീരീസ് അലുമിനിയം അലോയ്കളാണ് വിജയകരമായി പ്രോസസ്സ് ചെയ്തെടുത്തത്. അലുമിനിയം, സിങ്ക്, മഗ്നീഷ്യം എന്നിവയുടെ കൃത്യമായ മിശ്രണം അടിസ്ഥാനമാക്കിയുള്ള ഈ അലോയ്കൾ ഫോർജിങ്, റോളിംഗ് പ്രക്രിയകളിലൂടെ ഏകദേശം 23x1350x4500 മില്ലിമീറ്റർ അളവുകളുള്ള വീതിയേറിയ പ്ലേറ്റുകളാക്കി മാറ്റുകയായിരുന്നു. പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾക്ക് ആവശ്യമായ ഏറ്റവും കർശനമായ അളവുകളും ഉയർന്ന പ്രവർത്തനക്ഷമതയും പുലർത്തുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ പ്ലേറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ തദ്ദേശീയ വികസന പ്രക്രിയയുടെ ആദ്യഘട്ടങ്ങളിൽ മിഥാനി 2000 സീരീസ് അലുമിനിയം അലോയുടെ ഇതിലും വീതിയേറിയ പ്ലേറ്റുകൾ വിജയകരമായി റോൾ ചെയ്തെടുത്തിരുന്നു. അന്ന് 8x2800x12000 മില്ലിമീറ്റർ അളവുകളിലാണ് ഇവ നിർമ്മിച്ചത്. നിലവിലുള്ള ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് മിഥാനിക്ക് 3000 മില്ലിമീറ്റർ വരെ വീതിയുള്ള പ്ലേറ്റുകൾ റോൾ ചെയ്യാൻ സാധിക്കും. തന്ത്രപ്രധാനമായ പ്രതിരോധ ആവശ്യങ്ങൾക്കായി വീതിയേറിയതും കടുപ്പമേറിയതുമായ അലുമിനിയം അലോയ് പ്ലേറ്റുകൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യക്ക് സമാനതകളില്ലാത്ത സാങ്കേതിക മേധാവിത്വം നൽകുവാൻ ഈ ശേഷി സഹായിക്കും. ഇതുവരെ ഇത്തരം അത്യാധുനിക അലോയ്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച വീതിയേറിയ കവച ഗ്രേഡ് പ്ലേറ്റുകൾ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യ വൻതോതിൽ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോഴുണ്ടായ 2000, 7000 സീരീസ് പ്ലേറ്റുകളുടെ തദ്ദേശീയമായ വികസനം ഇന്ത്യയിൽ ഇത്തരമൊരു ഉൽപ്പാദന ശേഷിക്ക് ആദ്യമായി അടിത്തറയിടുകയും നിർണായകമായ പ്രതിരോധ സാമഗ്രികൾ രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് എന്ന ദീർഘവീക്ഷണത്തിന് നേരിട്ടുള്ള പിന്തുണ നൽകുന്നതാണ് ഈ നേട്ടം. ഇത് രാജ്യത്തിൻ്റെ പ്രതിരോധ നിർമ്മാണ പരിസ്ഥിതിയെ കൂടുതൽ ശക്തമാക്കും. ഈ നാഴികക്കല്ല് പ്രതിരോധ തന്ത്രപ്രധാന മേഖലകൾക്കായി മിഥാനി നൽകുന്ന വിപുലമായ അത്യാധുനിക സാമഗ്രികളുടെ നിരയെ കൂടുതൽ വിപുലീകരിക്കുന്നു. പ്രത്യേക ലോഹങ്ങളുടെയും അലോയ്കളുടെയും ഇന്ത്യയിലെ പ്രമുഖ നിർമ്മാതാക്കൾ എന്ന നിലയിൽ മിഥാനിയുടെ സ്ഥാനം ഇത് കൂടുതൽ ഉറപ്പിച്ചു നിർത്തുന്നു. ഭാവിയിലെ ആധുനിക പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾക്ക് ആവശ്യമായ കവച സാമഗ്രികളുടെ വിശ്വസനീയമായ ഒരു ആഭ്യന്തര സ്രോതസ്സായി മാറാൻ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഭാരം കുറഞ്ഞതും എന്നാൽ കഠിനമായ കരുത്തുള്ളതുമായ കവചങ്ങൾ, അത്യാവശ്യമായി വരുന്ന കവചിത വാഹനങ്ങൾ, നാവിക പ്രതിരോധ സംവിധാനങ്ങൾ, എയ്റോസ്പേസ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ദേശീയ പ്രതിരോധ പ്രോഗ്രാമുകൾക്ക് ഈ വികസനം വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്യും. തുടർച്ചയായ നവീകരണത്തിലും സാങ്കേതിക മികവിലുമുള്ള മിഥാനിയുടെ ശ്രദ്ധയാണ് ഈ വലിയ വിജയത്തിലൂടെ പ്രതിഫലിക്കുന്നത്. കടുപ്പമേറിയ അലുമിനിയം അലോയ്കളുടെ ഫോർജിങ്ങും റോളിങ്ങിലും വൈദഗ്ധ്യം നേടുന്നതിലൂടെ ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ നവീകരണത്തിനും തന്ത്രപരമായ സ്വയംഭരണത്തിനും നിർണായകമായ സംഭാവന നൽകുന്ന ഒരു പ്രധാന പങ്കാളിയായി മിഥാനി സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തദ്ദേശീയമായ കവച ഗ്രേഡ് അലുമിനിയം അലോയ് പ്ലേറ്റുകളുടെ ലഭ്യത ഇന്ത്യയുടെ വിതരണ ശൃംഖലയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആഗോള ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തടസ്സങ്ങളുടെയും സുരക്ഷാ വെല്ലുവിളികളുടെയും സാധ്യത പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്യും. മിഥാനിയുടെ ഈ സാങ്കേതിക മുന്നേറ്റം ഭാരതത്തിൻ്റെ പ്രതിരോധ ഉൽപ്പാദന മേഖലയിലും തന്ത്രപരമായ സൈനിക നീക്കങ്ങളിലും വിപ്ലവാത്മകമായ ഉത്തേജനമാണ് പ്രകടിപ്പിക്കാൻ പോകുന്നത്. പ്രതിരോധ രംഗത്ത് കവചങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അത്യാധുനിക അലുമിനിയം അലോയ് പ്ലേറ്റുകൾ രാജ്യത്തിനകത്ത് തന്നെ ലഭ്യമാകുന്നത് കേവലം ഇറക്കുമതി ചെലവ് കുറയ്ക്കുന്ന ഒന്നല്ല, മറിച്ച് ഇന്ത്യയുടെ 3 സായുധ സേനകളുടെയും നവീകരണ പ്രക്രിയകളെ ദ്രുതഗതിയിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ആധുനിക യുദ്ധമുഖത്ത് സൈനിക വാഹനങ്ങളുടെയും യുദ്ധക്കപ്പലുകളുടെയും ഭാരം കുറയ്ക്കുക എന്നതും അതേസമയം അവയുടെ സുരക്ഷയും കവചശേഷിയും വർദ്ധിപ്പിക്കുക എന്നതും കടുത്ത വെല്ലുവിളിയാണ്. മിഥാനി വികസിപ്പിച്ചെടുത്ത അലുമിനിയം, സിങ്ക്, മഗ്നീഷ്യം മിശ്രിതമായ 7000 സീരീസ് അലോയ്കൾക്ക് ഭാരം വളരെ കുറവാണ് എങ്കിലും സ്റ്റീലിനോട് കിടപിടിക്കുന്ന കഠിനമായ കരുത്തുണ്ട്. ഇത്
ഇന്ത്യൻ കരസേന ഉപയോഗിക്കുന്ന കവചിത വാഹനങ്ങൾ, ഇൻഫൻട്രി കോമ്പാക്ട് വാഹനങ്ങൾ, കമാൻഡോ വാഹനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. വാഹനങ്ങൾക്ക് ഭാരം കുറയുന്നതോടെ അവയുടെ വേഗതയും ഇന്ധനക്ഷമതയും വർദ്ധിക്കും. ഇത് ലഡാക്ക് പോലെയുള്ള ദുർഘടമായ ഉയർന്ന മലയോര മേഖലകളിൽ അതിവേഗം സൈനികരെ വിന്യസിക്കാനും സുരക്ഷിതമായി നീക്കങ്ങൾ നടത്താനും കരസേനയ്ക്ക് തന്ത്രപരമായ മേധാവിത്വം സമ്മാനിക്കും. നാവികസേനയുടെ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്തും ഈ ആഭ്യന്തര സാങ്കേതിക വിദ്യ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. ആധുനിക യുദ്ധക്കപ്പലുകളുടെ മുകൾ ഭാഗം അഥവാ സൂപ്പർ സ്ട്രക്ചറുകൾ നിർമ്മിക്കാൻ ഭാരം കുറഞ്ഞതും എന്നാൽ മിസൈൽ ആക്രമണങ്ങളെയും സമുദ്രത്തിലെ ഉപ്പുകാറ്റിനെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുമായ കവച പ്ലേറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ ഇത്തരം പ്ലേറ്റുകൾക്കായി ഇന്ത്യ വിദേശ വിപണികളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നതും. മിതാനിയുടെ വൈഡ് അലോയ് പ്ലേറ്റുകൾ ലഭ്യമാകുന്നതോടെ തദ്ദേശീയമായ യുദ്ധക്കപ്പൽ നിർമ്മാണ പദ്ധതികൾ കൂടുതൽ വേഗത്തിലാകും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കപ്പൽശാലകൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നത് കപ്പലുകളുടെ നിർമ്മാണ കാലാവധി ഗണ്യമായി കുറയുവാൻ സഹായിക്കും. കൂടാതെ വ്യോമസേനയുടെയും മറ്റ് തന്ത്രപ്രധാന സ്പേസ് പ്രോഗ്രാമുകളുടെയും ഭാഗമായ എയ്റോസ്പേസ് പ്ലാറ്റ്ഫോമുകൾക്ക് ആവശ്യമായ കഠിനമായ ഘടനകൾ നിർമ്മിക്കാനും ഈ 7000 സീരീസ് അലോയ്കൾ അത്യന്താപേക്ഷിതമാണ്. വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഭാരം കുറയ്ക്കുന്നതിലൂടെ അവയ്ക്ക് കൂടുതൽ ആയുധങ്ങളും ഇന്ധനവും വഹിക്കാനുള്ള ശേഷി കൈവരും. ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണ പരിധി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. തന്ത്രപരമായ സ്വയംഭരണമാണ് ഈ നേട്ടത്തിലൂടെ ഭാരതം കൈവരിക്കുന്ന മറ്റൊരു പ്രധാന പ്രതിരോധ നേട്ടം. ആഗോളതലത്തിൽ യുദ്ധങ്ങളോ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ പ്രതിരോധ സാമഗ്രികളുടെ വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുന്നത് പതിവാണ്. മുൻകാലങ്ങളിൽ സമാനമായ സാഹചര്യങ്ങളിൽ നിർണായകമായ പ്രതിരോധ ഘടകങ്ങൾ യഥാസമയം ലഭിക്കാതെ ഇന്ത്യയുടെ പല സൈനിക നവീകരണ പദ്ധതികളും വൈകിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം സവിശേഷ ലോഹങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നതോടെ ആഗോള വിപണിയിലെ പ്രതിസന്ധികൾ ഭാരതത്തിൻ്റെ സുരക്ഷയെ ബാധിക്കില്ല എന്ന അവസ്ഥ വരുന്നു. ഇത് ഭാരതത്തിൻ്റെ വിതരണ ശൃംഖലയെ കൂടുതൽ സുരക്ഷിതവും പ്രതിരോധ ശേഷിയുള്ളതുമാക്കി മാറ്റും. വിദേശ രാജ്യങ്ങളിൽ നിന്നും കമ്പനികളിൽ നിന്നുമുള്ള സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിച്ച് സ്വന്തം പ്രതിരോധ നയങ്ങളുമായി സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാൻ ഈ സാങ്കേതിക വിദ്യ സ്വാതന്ത്ര്യം ഇന്ത്യയെ പ്രാപ്തമാക്കും. വിദേശ വിനിമയ ചരക്കുകൾക്കായി ചിലവഴിച്ചിരുന്ന കോടിക്കണക്കിന് രൂപ രാജ്യത്തിനകത്ത് തന്നെ നിലനിർത്താനും ഇത് സഹായിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്നീ പദ്ധതികൾക്ക് ഈ നേട്ടം വലിയൊരു ഊർജ്ജമാണ് പകരുക. മിതാനി ഈ സാങ്കേതിക വിദ്യ വിജയകരമായി നടപ്പിലാക്കുന്നതോടെ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര സ്വകാര്യ കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ആവശ്യമായ ഉയർന്ന ഗുണനിലവാരമുള്ള അസംസ്കൃത വസ്തുക്കൾ ഭാരതത്തിൽ തന്നെ ലഭ്യമാകും. ഇത് പ്രതിരോധ ഉൽപ്പാദന രംഗത്ത് വലിയൊരു ആഭ്യന്തര ഇക്കോസിസ്റ്റം വളർത്തിയെടുക്കാൻ സഹായിക്കും. തദ്ദേശീയമായി പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്ന ടാറ്റ, L&T, മഹീന്ദ്ര തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ആയുധങ്ങളും വാഹനങ്ങളും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ സാധിക്കും. ഇത് ഭാരതത്തിൻ്റെ ആഭ്യന്തര സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ഭാവിയിൽ ആഫ്രിക്കൻ, ഏഷ്യൻ വികസ്വര രാജ്യങ്ങളിലേക്ക് അത്യാധുനിക കവചിത വാഹനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന ആഗോള പ്രതിരോധ ഹബ്ബായി ഭാരതത്തെ മാറ്റുകയും ചെയ്യും. ചുരുക്കത്തിൽ മിതാനിയുടെ ഈ ബഹിരാകാശ പ്രതിരോധ ഗ്രേഡ് അലുമിനിയം പ്ലേറ്റുകളുടെ നിർമ്മാണം ഭാരതത്തിൻ്റെ പ്രതിരോധ ശേഷിയെയും ആത്മവിശ്വാസത്തെയും അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു ഉയരത്തിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയമില്ല. അലുമിനിയം, സിങ്ക്, മഗ്നീഷ്യം എന്നിവയുടെ കൃത്യമായ അനുപാതത്തിലുള്ള മിശ്രണത്തിലൂടെ നിർമ്മിച്ചെടുക്കുന്ന 7000 സീരീസ് അലുമിനിയം ലോകത്തിലെ ഏറ്റവും വികസിതവും തന്ത്രപ്രധാനവുമായ ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ സ്വന്തമായി നിർമ്മിക്കാൻ ശേഷിയുള്ളത്. ഭാരം വളരെ കുറവാണ് എങ്കിലും ഉരുക്കിൻ്റെ അത്രയും കഠിനമായ കരുത്ത് പ്രകടിപ്പിക്കുന്ന ഈ സവിശേഷ ലോഹസങ്കരം പ്രതിരോധം, ബഹിരാകാശം, അത്യാധുനിക വ്യോമയാന മേഖല എന്നിവയിൽ മാത്രമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. സാങ്കേതികമായി അതീവ സങ്കീർണമായ ഫോർജിംഗ്, റോളിംഗ് പ്രക്രിയയിലൂടെ മാത്രം വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ലോകത്തിലെ ചില വൻ ശക്തികൾ ദശാബ്ദങ്ങളായി മറ്റ് രാജ്യങ്ങൾക്ക് നൽകാതെ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒന്നാണ്. ആഗോളതലത്തിൽ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ വിരലിൽ എണ്ണാവുന്ന വികസിത രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരം കവച ഗ്രേഡ് അലുമിനിയം അലോയ് പ്ലേറ്റുകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനുള്ള വ്യവസായ ശേഷി ഉണ്ടായിരുന്നത്. മിതാനിയുടെ ഈ പുതിയ നേട്ടത്തോടെ ആഗോള പ്രതിരോധ ഭൂപടത്തിലെ ഈ വൻ ശക്തികളുടെ പട്ടികയിലേക്കാണ് ഭാരതവും ഇപ്പോൾ ഔദ്യോഗികമായി നടന്നു കയറിയിരിക്കുന്നത്. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ തങ്ങളുടെ അൽക്കോവ പോലെയുള്ള ആഗോള ലോഹ നിർമ്മാണ കമ്പനികൾ വഴി പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ സാങ്കേതിക വിദ്യയിൽ വലിയ മേധാവിത്വം കൈവരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനമായ F-35ലും തന്ത്രപ്രധാനമായ കവചിത വാഹനങ്ങളിലും വലിയ തോതിൽ ഉപയോഗിക്കുന്നത് ഈ ലോഹസങ്കരമാണ്. ചൈനയും തങ്ങളുടെ ബഹിരാകാശ സൈനിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഈ സാങ്കേതിക വിദ്യ വലിയ തോതിൽ വികസിപ്പിച്ചിട്ടുണ്ട്. വ്യോമയാന മേഖലയിലും പ്രതിരോധ രംഗത്തും റഷ്യയും തദ്ദേശീയമായി ഈ അലോയ്കൾ നിർമ്മിക്കാൻ ശേഷിയുള്ളവരാണ്.
യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങളായ ഫ്രാൻസും ജർമ്മനിയും തങ്ങളുടെ സംയുക്ത വിമാന നിർമ്മാണ കമ്പനിയായ എയർബസിന്റെ സൈനിക വിമാനങ്ങൾക്കും മിസൈൽ കവചങ്ങൾക്കുമായി ഇത്തരം അത്യാധുനിക അലുമിനിയം പ്ലേറ്റുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളൊന്നും തന്നെ തങ്ങളുടെ പ്രതിരോധ രഹസ്യങ്ങളും സാങ്കേതിക വൈദഗ്ധ്യവും മറ്റ് രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ തയ്യാറല്ല. ഇത്തരമൊരു അന്താരാഷ്ട്ര പശ്ചാത്തലത്തിലാണ് ഭാരതത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ മിഥാനി ഈ സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഇതുവരെ ഇന്ത്യ തങ്ങളുടെ ഈ പ്രതിരോധ ആവശ്യങ്ങൾക്കായി 7000, 2000 സീരീസ് വൈഡ് പ്ലേറ്റുകൾ അമേരിക്കയിൽ നിന്നോ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ കടുത്ത നിബന്ധനകളോടെയും വലിയ തുക നൽകിയുമാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. പലപ്പോഴും ഇത്തരം തന്ത്രപ്രധാന സാമഗ്രികൾ നൽകുന്നതിന് വിദേശ രാജ്യങ്ങൾ കടുത്ത രാഷ്ട്രീയ നയതന്ത്ര വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. യുദ്ധകാലത്തോ അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര പ്രതിസന്ധി ഘട്ടങ്ങളിലോ ഈ രാജ്യങ്ങൾ വിതരണം തടസ്സപ്പെടുത്തിയാൽ അത് ഇന്ത്യയുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയായിരുന്നു മുൻപുണ്ടായിരുന്നത്. മിഥാനി ഈ കഠിനമായ സാങ്കേതിക വിദ്യ വിജയകരമായി പ്രോസസ്സ് ചെയ്തെടുത്തതോടെ ഈ വൻശക്തി രാജ്യങ്ങളുടെ സാങ്കേതിക കുത്തകയാണ് ഭാരതം തകർത്തിരിക്കുന്നത്. ഈ ലോകസങ്കരം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അപൂർവം രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ കൂടി എത്തുമ്പോൾ അത് ആഗോളതലത്തിൽ രാജ്യത്തിൻ്റെ തന്ത്രപരമായ സ്ഥാനം കൂടുതൽ ദൃഢമാക്കുന്നു. കവച ഗ്രേഡ് അലുമിനിയം അലോയ് പ്ലേറ്റുകൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള ശേഷി കൈവരിച്ചതോടെ ഇന്ത്യക്ക് ഇനിമേൽ ഈ സാമഗ്രികൾക്കായി മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരില്ല. ഇത് ഇന്ത്യയുടെ സൈനിക നവീകരണ പദ്ധതികൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നു. സാങ്കേതിക വിദ്യ കൈമാറാൻ മടിക്കുന്ന ആഗോള ശക്തികൾക്ക് മുന്നിൽ സ്വന്തം ശാസ്ത്രീയ മികവ് കൊണ്ട് മറുപടി നൽകാൻ കഴിഞ്ഞത് ഭാരതത്തിൻ്റെ പ്രതിരോധ ഗവേഷണ രംഗത്തിന് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ആഗോള വിപണിയിൽ ഇത്തരം അത്യാധുനിക പ്രതിരോധ സാമഗ്രികൾ വിൽക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഭാവിയിൽ ഭാരതവും കടന്നു വരാൻ മിഥാനിയുടെ ഈ സുപ്രധാന നേട്ടം വഴി തുറക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.